ഹായ് ഗൈസ്, ഇതാണ് റിയൽമി മാർച്ച് 20 ലോഞ്ച് ചെയ്ത T200 ലൈറ്റ് എന്ന TWS ബഡ്ജറ്റ് സെഗ്മെന്റിൽ ലോഞ്ച് ചെയ്ത TWS ആണ്. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗും ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിഗ്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മാർച്ച് 20 റിയൽമി ലോഞ്ച് ചെയ്ത റിയൽമി ബഡ്സ് T200 ലൈറ്റ് എന്ന ഈ TWS ആണ്. ട്രൂ വയർലെസ് ഇയർബഡ്സ് ആണ്. അപ്പോൾ റിയൽമി ഇത് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. 1399 രൂപയാണ് നമുക്ക് ഈ TWSന് ആകുന്നത്. ആമസോണിലാകുമ്പോൾ 1378 രൂപക്കൊക്കെ നമുക്കിത് വാങ്ങാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിത് 48 മണിക്കൂർ പ്ലേ ബാക്ക് സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ 88 ms സൂപ്പർ ലോ ലേറ്റൻസി ആണ് റിയൽമി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ IPX4 വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോഡ് മൈക്ക് AI ENC നോയിസ് ക്യാൻസലേഷൻ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് 2 ഡിവൈസിൽ അറ്റ് എ ടൈം നമുക്ക് ഈ TWS കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് റിയൽമി അവകാശപ്പെടുന്നത്. അതിൻ്റെ കോൾ ക്വാളിറ്റി, വോയിസ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയ സമയത്ത് തന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഓൾറെഡി പൊളിച്ചതാണ്. നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി നിങ്ങൾക്ക് അറിയാലോ. ഓൾറെഡി നമുക്ക് പൊളിച്ചിട്ടാണ് നമുക്ക് ഈ ബോക്സ് നമ്മൾ പൊളിച്ച് നമ്മുടെ മുന്നിൽ തന്നെ അവർ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഓപ്പൺ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇവിടെ ഒരു സ്ലിപ്പ് ഉണ്ട്, അതോ അങ്ങ് മാറ്റാം. നമുക്ക് ബോക്സിൽ വരുന്നത് നമ്മുടെ TWS ആണ് വരുന്നത്. യെസ്, ഇതാണ് നമ്മുടെ TWS. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പാക്കേജിംഗ് ആണ്. നല്ല ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതാണ് നമ്മുടെ TWS. അത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിയേക്കാം. നമുക്ക് പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമ്മളെ ഡോക്യുമെന്റേഷൻസ്, പിന്നെ ഒരു 2 പേർ ഇയർ ടിപ്സ് ആണ് വരുന്നത്. വേറെ ചാർജിങ് കേബിളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ ബോക്സിൽ വരുന്നില്ല. ഇപ്പോൾ റിയൽമി ആയിക്കോട്ടെ, എല്ലാ ഡിവൈസ് ആയിക്കോട്ടെ, മിക്ക ഡിവൈസും ചാർജിങ് പെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ബോക്സിൽ തരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി ട്രൂ വയർലെസ് ഇയർബഡ്. നല്ല ഷൈനി ഗ്ലോസി ഫിനിഷിലാണ് നമ്മുടെ ഇയർബഡ് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കണക്ട് ചെയ്തിട്ടൊക്കെ നോക്കാം. രണ്ടും നല്ല അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങോടെ ഉണ്ട്. നല്ല ട്രൂ വയർലെസ് ഇയർബഡ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. 48 മണിക്കൂറാണ് നമുക്ക് പ്ലേ ബാക്ക് ടൈം റിയൽമി ഓഫർ ചെയ്യുന്നത്. 48 മണിക്കൂർ. ഇത് ചാർജിങ് ടൈം എടുക്കുന്നത് 2 മണിക്കൂറാണ് റിയൽമി അവകാശപ്പെടുന്നത്. 2 മണിക്കൂർ 120 മിനിറ്റാണ് ഈ കേസും നമ്മുടെ ഇയർബഡും ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം. 120 മിനിറ്റ് ആണ് റിയൽമി അവകാശപ്പെടുന്നത്. പിന്നെ കോഡ് മൈക്ക് AI നോയിസ് ക്യാൻസലേഷൻ ENC AI നോയിസ് ക്യാൻസലേഷൻ റിയൽമി പറയുന്നുണ്ട്. അതുപോലെ വോയിസ് ക്ലാരിറ്റി അതുകൊണ്ട് തന്നെ നല്ല മികച്ച പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് റിയൽമി പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് 5.4 ആയതുകൊണ്ട് സ്റ്റേബിൾ കണക്ഷൻ ആണ്, നമുക്ക് ഗ്യാരണ്ടി ആയിരിക്കും എന്ന് പറയുന്നത്. മിക്ക ഈ റേഞ്ചിൽ വരുന്ന മിക്ക TWSും ബ്ലൂടൂത്ത് 5.3 ആണ്. ഇതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ ഈ റിയൽമിയുടെ ബഡ്സിൽ മാത്രമേ ഞാൻ നോക്കിയിട്ട് ബ്ലൂടൂത്ത് 5.4 ഒക്കെ വരുന്നത് കണ്ടിട്ടുള്ളൂ. പിന്നെ അൾട്രാ ലോ ലേറ്റൻസി ആയതുകൊണ്ട് 88 millisecond ലോ ലേറ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ആ ഡിലേ നമുക്ക് ആ ഫീൽ ചെയ്യില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റും. അതിൻ്റെ നമ്മളിപ്പോൾ ഒരു പബ്ജിയോ അല്ലെങ്കിൽ ഫ്രീ ഫയർ ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് അൾട്രാ ലോ ലേറ്റൻസി ഉള്ള TWS ആണ് എന്തുകൊണ്ട് നല്ല. അതാകുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് ആ ഫീൽ ചെയ്തിട്ട് കളിക്കാൻ പറ്റും. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ നമുക്കത് മനസ്സിലാവും. എന്തായാലും ഗംഭീര ക്വാളിറ്റി ആയിരിക്കും. അതായത് നമ്മൾ ഹാൻഡ് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് റിയൽമിയുടെ. എന്തായാലും റിയൽമി ഒരു MNC ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്വാളിറ്റി എന്തായാലും അഷ്യൂർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല. IPX4 വാട്ടർ റെസിസ്റ്റൻസ് ആണ് റിയൽമി ഈ TWS T200 ലൈറ്റിന്
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ IPX4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ആവില്ല എന്നല്ല, ജസ്റ്റ് ഡസ്റ്റോ അല്ലെങ്കിൽ നമ്മളെ വാട്ടർ സ്പ്ലാഷ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊന്നും പറ്റാതെ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ 12.4 mm ഡ്രൈവറാണ് റിയൽമി ഈ TWS-T200 ലൈറ്റ് നൽകിയിരിക്കുന്നത്. മിക്ക ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നത് 10 mm ഡ്രൈവറാണ്. അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ. ഒരു മിഡ് റേഞ്ച് TWS നോക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ല തന്നെയാണ്. കാരണം ലോ ലേറ്റൻസി ഉള്ള TWS ആണ്. അതുപോലെ തന്നെ 12.4 mm ഡ്രൈവർ വരുന്നുണ്ട്. ബാസ് ബൂസ്റ്റർ, ഡൈനാമിക് ബാസ് ബൂസ്റ്റർ ഡ്രൈവർ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് IPX4 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.4 ആയതുകൊണ്ട് തന്നെ നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. 7 മണിക്കൂറാണ് നമ്മൾ വൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. റിയൽമി പറയുന്നത് 7 മണിക്കൂർ നമുക്ക് ഒരു ഫുൾ ചാർജിൽ നമുക്ക് 2 ഇയർബഡും 7 മണിക്കൂർ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 2 മണിക്കൂറാണ് നമുക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. അതുകൂടാതെ 48 മണിക്കൂർ വിത്ത് ബോക്സിൽ നമുക്ക് 48 മണിക്കൂർ പ്ലേ ബാക്ക് സപ്പോർട്ടും റിയൽമി ഇതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നമ്മൾ ഈ ഫോൺ നമ്മൾ TWS ഓപ്പൺ ആക്കുന്നത് തന്നെ നമുക്ക് ഇവിടെ പോപ്പപ്പ് വരുന്നുണ്ടോ, കണക്ട് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ജസ്റ്റ് ഓപ്പൺ ആക്കി കണ്ട അപ്പാടം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കേസ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പാടം തന്നെ നമുക്കിവിടെ അത് ബ്ലൂടൂത്ത് 5.4 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നമ്മുടെ ഫോണിൽ ഓൾറെഡി ബ്ലൂടൂത്ത് ഓപ്പൺ ആണ്. 5.4 ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഷോ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഒന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പെയർ ചെയ്യാണ് ഡിവൈസ് കണക്റ്റഡ്. നിങ്ങൾ കാണുന്നില്ലേ, ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബ്ലൂടൂത്ത് 5.4 ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുന്നത്. ഇനി ഞാനൊരു പാട്ട് വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതിൻ്റെ പാട്ടിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ വോയിസ് ക്വാളിറ്റിയും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യാം. നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ് കേട്ടോ. നല്ല കിടിലം ക്വാളിറ്റിയാണ് നമുക്ക് ഈ റിയൽമി TWS ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ നമുക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു നോൺ കോപ്പിറൈറ്റ് സോങ് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്രയുണ്ട്. ഇതിൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടച്ച് കൺട്രോൾസ് നോക്കാം. അപ്പോൾ നമ്മുടെ റിയൽമി TWS-200 ലൈറ്റിന്റെ ടച്ച് കൺട്രോൾ വരുന്നത് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ടച്ച് കൺട്രോൾ വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ പോസ് ആവും. നമ്മൾ ജസ്റ്റ് വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഡിയോ പ്ലേ ആവും. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കണമെങ്കിൽ അവിടെ ട്രിപ്പിൾ ടാപ്പ്, അതായത് നമ്മൾ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കറക്റ്റ് 3 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് കോൾ എടുക്കണമെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ആണ്. നമ്മൾ ഒരു കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കോൾ ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടച്ച് പാഡിൽ നമ്മളിങ്ങനെ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കോൾ ഡിസ്കണക്ട് ആവും. അപ്പോൾ ഞാനൊരു കോൾ വന്നിട്ട് നമുക്കത് കോൾ എടുക്കുന്നതും അല്ലെങ്കിൽ കോൾ ഡിസ്കണക്ട് ആകുന്നതും ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ഇത് പോസ് ചെയ്യുകയാണേ. വീഡിയോ പോസ് ആയി. അത് നമുക്ക് വേറെ ഒരു വീഡിയോയും കൂടി നമുക്ക് ട്രിപ്പിൾ ടാപ്പ് അടിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ഒരു കോൾ എടുത്തിട്ട് നമുക്ക് കാണിക്കാം. നെക്സ്റ്റ് വീഡിയോ വന്നു, ഡബിൾ ടാപ്പ് അടിച്ചു, പോസ് അടിച്ചു. അപ്പോൾ ഇനി നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് അതെങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് പാഡ് ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് കോൾ ആക്റ്റീവ് ആവും. നമുക്ക് കോൾ റിസീവ് ചെയ്യാൻ പറ്റും. ഡബിൾ ടാപ്പ് ചെയ്തു,
ഇത് കോള് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ കോളിൽ സംസാരിക്കാം. അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഈ റിയൽമി നമ്മുടെ TWSൻ്റെ ഇയർപാഡിൻ്റെ ക്വാളിറ്റി, വോയിസ് ക്ലാരിറ്റി എങ്ങനെയുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അങ്ങോട്ടേക്ക് നമ്മുടെ സംസാരിക്കുന്ന ആൾക്ക് റിസീവർ എൻഡിൽ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് സംസാരിക്കുന്ന വീഡിയോ ഞാൻ ഓഡിയോ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്തരത്തിലാണ് ക്വാളിറ്റി എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയാണ്. 2 TWS ഞാൻ 2 സൈഡ് ലെഫ്റ്റും റൈറ്റും വെച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഹലോ, നിങ്ങൾക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്? റിയൽമി TWS T200 ലൈറ്റിന്റെ ഒരു റിവ്യൂ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, ക്വാളിറ്റി എങ്ങനെയുണ്ട്? അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇങ്ങോട്ടേക്ക് കോൾ വിളിച്ചത് സാംസങ് ഫോണാണ്. ഓൾറെഡി ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് അവിടുന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ സംസാരിക്കുന്ന ഓൾറെഡി റെക്കോർഡായിരിക്കും. അപ്പോൾ ആ റെക്കോർഡായത് ഞാനിത് ഇവിടെ ഓഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം. എൻ്റെ മൈക്ക് ഓഫ് ആക്കിയിട്ട് മൈക്കിന്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ അവരുടെ ഓഡിയോ ആണ്, ആ സാംസങ് ഫോണിലെ ഓഡിയോ ആണ് ഞാൻ ഇനി ഇവിടെ വെക്കാൻ പോവുക, ഈ ഒരു പോർഷനിൽ വെക്കാൻ പോവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്തരത്തിലാണ് നമുക്ക് റിസീവർ എൻഡിൽ ഓഡിയോ ക്വാളിറ്റി ലഭിക്കുക എന്നുള്ളത്. ഇനി ഞാനിത് ഈ കോള് എങ്ങനെ കട്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് ഡബിൾ ടാപ്പ് തന്നെയാണ് നമുക്ക് കോള് കട്ടാക്കാൻ. ജസ്റ്റ് ഡബിൾ ടാപ്പ് അടിച്ചു കഴിഞ്ഞാൽ കോള് കട്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരു കോള് വന്ന കോള് നമുക്ക് താല്പര്യമില്ല, ആ കോൾ എടുക്കാൻ താല്പര്യമില്ല, നമുക്ക് ജസ്റ്റ് ആ കോൾ ഇഗ്നോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 2 സെക്കൻഡ് കൂടെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ കോൾ ഇഗ്നോർ ആവും. അത് ഞാൻ ഒന്നും കൂടി ഒരു കോൾ ഇതിലേക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, എനിക്കൊരു കോൾ വന്നിട്ട് ഈ കോൾ ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ്. ജസ്റ്റ് ഇഗ്നോർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ കോൾ നമ്മൾ ഡിസ്കണക്റ്റ് ആയി. അങ്ങനെയാണ് നമുക്ക് റിയൽമി TWSൻ്റെ ഈ ടച്ച് പാഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഓൾറെഡി കോളിൽ സംസാരിച്ച ആ ഓഡിയോ പോർഷനും കൂടി ഉൾപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്തരത്തിലാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഞാൻ ഇപ്പം ഈ കുറച്ച് സമയം ഉപയോഗിച്ച പ്രകാരം എനിക്ക് മനസ്സിലായത് പക്ക നീറ്റ് ക്വാളിറ്റി, നല്ല അഫോർഡബിൾ പ്രൈസിനുള്ള ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് ഇത്ര സമയം ഉപയോഗിച്ചതെന്ന് എനിക്ക് ഫീൽ ആയത്. എന്തായാലും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വരും വീഡിയോകളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.